ജിസേൽ ടോട്ടലി ഡൗൺ ആണ്, സൈലന്റ് ആണ്. പ്രത്യേകിച്ച് വലിയ ഡയലോഗ് അടികളൊന്നും ജിസേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അയ്യോ നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെയുള്ള ടോക്കുകൾ മാത്രമേ ജിസേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ജിസേൽ ഈ പറയുന്ന സീനിനു ശേഷം പിന്നെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒനീൽ വന്നിട്ട്, ഒനീലൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തി എന്നാണ് സെൽഫായിട്ട് പറയുന്നത്. ബട്ട് ഒനീൽ കുറച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ റെനെ എടുത്ത് പെരുമാറിയത് ഒട്ടും തന്നെ പ്രോഗ്രസീവ് ആയിരുന്നില്ല. റെനെ ഒരു 2K കിഡ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഡീഗ്രേഡ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒനീലിനെ ഒന്നും ഇതിനകത്ത് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒനീൽ ഈ വിഷയത്തിൽ ജിസേലിന്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജിസേൽ ശരി ചെയ്തോ തെറ്റ് ചെയ്തോ എന്നൊരു കാര്യം ഇന്നത്തെ തെറ്റും ശരിയും നിർണ്ണയിക്കാൻ കഴിയില്ല. പക്ഷെ ജിസേൽ പറയുന്നത് ഇത് ഇന്ത്യ അല്ലെങ്കിൽ മലയാളി ഓഡിയൻസ് ഇത്രയും നെഗറ്റീവായിട്ടാണോ ഇതിനെയൊക്കെ ചിന്തിക്കുന്നത്, ഇതിങ്ങനെയാണോ അവർ കാണുന്നത്, ഈ ഒരു ലെവലിലേക്ക് ജിസേൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജിസേൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിനെ ഒന്നും വലിയൊരു മൈൻഡ് കൊടുക്കുന്ന ആളല്ല. ബിക്കോസ് ജിസേലിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിസേൽ അഭിനയിച്ച മൂവി ഏതാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജിസേലിന് ഇതൊരു വലിയ പ്രശ്നമല്ല. ജിസേലിന്റെ ജീവിതം വെച്ച് കളിക്കുന്നു എന്ന് പറഞ്ഞ് അനുമോളെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അയ്യോ ജിസേലിനെ പോലൊരു പാവം പെണ്ണിനെ അയ്യോ അവളിങ്ങനെ പറയാൻ പാടില്ല അയ്യോ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആര്യനെ കിസ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇത് പുറത്തറിഞ്ഞാൽ ജിസേലിന് എന്ത് സംഭവിക്കാൻ പോകും? ജിസേലിന് ഒന്നും സംഭവിക്കില്ല. ജിസേൽ അങ്ങനെ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. മീൻസ് അതൊരു ബാഡ് ആണെന്നല്ല. ഒരു സെനാരിയോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ബീച്ചിൽ, ഒരു കടപ്പുറത്ത് ഒരാണും പെണ്ണും ഇരുന്ന് കിസ് ചെയ്യുന്നു, കൊടയൊക്കെ വെച്ച് മറച്ചിരുന്ന് കിസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിനെ 3 തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ടാകും. ഒരു കൂട്ടരെന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ അവരടുത്ത് പോയി നീയൊക്കെ എന്തുവാടാ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യും. രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുമ്പോഴത്തേക്കും അവർ പരസ്പരം ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയും, നോക്കി എന്ത് ചീപ്പാണ് അവരിന്ന് കാണിക്കുന്ന കണ്ടോ, അയ്യേ എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടന്ന് പാസ് ചെയ്ത് പോകും. മൂന്നാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, ചിലപ്പോൾ അത് കണ്ടിട്ട് ഒട്ടും കണ്ടില്ലാത്ത മട്ടില് ഒന്നും പറയാതെ പോകും. കാരണം ഇതൊക്കെ എന്തുവാ കാഷ്വലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് കൺസിഡർ ചെയ്യുന്ന തരത്തിൽ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കിസ് ചെയ്യുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് സെക്ഷൽ ആയിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ഇതിനെ 3 തരത്തിൽ ജഡ്ജ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ കാറ്റഗറി വരുമ്പോഴാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത്. അറ്റാക്ക് ചെയ്യുന്നവന്മാര് സദാചാര ഗുണ്ടകളാണ്. ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് സംസാരിച്ച് ഒരുമാതിരി അയ്യേന്ന് പറഞ്ഞു പോകുന്നവർക്കും ഉള്ളിൽ ആ സദാചാരം ഉറങ്ങിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ സദാചാരം പൊട്ടിക്കിടക്കുകയാണ്. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊക്കെ നോർമലാണ്. ഇതിപ്പോ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു സൊസൈറ്റി വെച്ചിട്ടാണ് ഈ ഒരു ജഡ്ജ്മെന്റ്സ് വരുന്നത്. ബാംഗ്ലൂർ പോയിട്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ല, പക്ഷെ അങ്ങനെയുള്ള സിറ്റികളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ യൂഷ്വൽ ആണ്. അങ്ങനെയേ ഉള്ളൂ. ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ മൂവി വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞത്. അത്തരത്തിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സീസണിൽ, ബിഗ് ബോസ് സീസൺ 7 ഇത്രയും ഒരു കാര്യം സംഭവിച്ചപ്പോൾ പഴയ സീസണായിട്ടും ഹിന്ദി സീസണായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നും പറയാതെ നമുക്ക് ഈ ഒരു സീസണിനെ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾ ചെയ്തതിലെ അല്ലെങ്കിൽ പറഞ്ഞതിലെ തെറ്റ് എന്ന് പറയുന്നത് അവർ കിസ് ചെയ്തെങ്കിൽ അനുമോൾക്ക് എന്താ, അനുമോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എന്താ? പക്ഷേ ആര്യൻ അവിടെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അനുമോളുടെ മനസ്സിൽ കിടന്നത് അനുമോൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അനുമോൾ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അത് അവരുടെ ജീവിതം വെച്ച് കളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അത് മാത്രമല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ അനുമോൾ അത് ഇങ്ങനെ പറഞ്ഞത് അഭിനയമാണ്, നാടകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം അത് അഭിനയമാണോ നാടകമാണോ എന്നുള്ളത് നമുക്കും അറിയില്ല, ആ പറയുന്ന മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഒന്നും അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ജഡ്ജ് ചെയ്യാനേ കഴിയും. പിന്നെ ഇതിനകത്ത് അനുമോളുടെ ഭാഗത്ത് തന്നെ തെറ്റ് വരുത്തോള്, അല്ലെങ്കിൽ മോഹൻലാൽ വരുമ്പോഴത്തേക്കും ഒരിക്കലും അതെന്താ ജിസേലും ആര്യനും കട്ടിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്താണ് ചെയ്തതെന്ന് ലാലേട്ടൻ ഒരിക്കലും ചോദിക്കില്ല. അപ്പോൾ അനുമോളെടുത്ത് ജസ്റ്റ് താക്കീത് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു സംസാര വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കുക. ഇനി അല്ലെങ്കിൽ ആര്യനോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കളിക്കുക, ഇത്തരത്തിലുള്ള ഗോസിപ്സ് ഉണ്ടാക്കാൻ ഇടവരുത്താതെ കളിക്കുക. ഇത് മലയാളി പ്രേക്ഷകർ കാണുന്നതല്ലേ, ഇങ്ങനെ ചോദിക്കാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിനകത്ത് ഇടപെട്ടിട്ടില്ല. ബിഗ് ബോസിന്റെ ഒപ്പീനിയൻ എന്തെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഈ ഒരു സീസണിൽ ഇത്രയും വലിയൊരു കോണ്ടന്റ് ഉണ്ടായത് അനുമോളും ജിസേലും ആര്യനും കാരണമാണ്.
പിന്നെ ജിഷിൻ വന്നിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അത് അവിടെ ഉള്ളവർ പോലും ന്യായീകരിക്കുന്നില്ല, അതുപോലെ തന്നെ പുറത്തുള്ളവരും ന്യായീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതാ ഡെമോൺസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ജിഷിൻ ചെയ്തതിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ജിഷിൻ ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് അനിമോളെ സപ്പോർട്ട് ചെയ്യാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അനിമോൾക്ക് പുറത്ത് നല്ല PR-ഉം നല്ല സപ്പോർട്ടും ഉണ്ടെന്ന് കണ്ടിട്ടാണ്. അല്ലാതെ ജിഷിൻ മറ്റൊരു കാര്യം അവിടെ വിലയിരുത്താൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഈ തുടക്കം പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ഒരു ആണും ഒരു പെണ്ണും അവർ മേജർ ആണെങ്കിൽ അവർക്ക് ഇത് ചെയ്യാനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന്റെ ക്ലിപ്സ് ഒക്കെ അങ്ങനെ തന്നെ വന്നതുകൊണ്ട്, അതായത് ഈ പറയുന്ന ബിഗ് ബോസ് കോൺഷ്യസ്ലി തന്നെയാണ് ഈ ലൈവിനകത്ത് ഈ പറയുന്ന സീനുകൾ എടുത്തെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതൊക്കെ ആൾക്കാർ കട്ട് ചെയ്തിട്ട് ഓഫ് കോഴ്സ് ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പ്രേക്ഷകരുടെ ഇടയിൽ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോകളൊക്കെ പുറത്ത് പ്രചരിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ടീം ഇത് ചെയ്യുന്നത്. അതിന്റെ ഈ കോണ്ടന്റ് പുറത്തു വിടാൻ ഇപ്പൊ ഇങ്ങനൊരു റൂമർ വരാൻ പാകത്തിന് ഒരു കോണ്ടന്റ് പുറത്തു വിടണമെങ്കിൽ പോലും അത് അവർ ഡിസൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ ആരടി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ചീത്ത വിളിക്കുന്നവരടുത്തും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഇത് അനിമോളുടെ PR-ഓ ജിസേലിന്റെ PR-ഓ അല്ലെങ്കിൽ എനിക്ക് അനിമോളുടെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് ചീത്ത വിളി കേൾക്കാറുണ്ട്, ജിസേലിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ചീത്ത വിളി കേൾക്കാറുണ്ട്. എനിക്കിത് രണ്ടും കാണുമ്പോൾ ഞാൻ ശരിക്കും എവിടെയാ എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ മലയാളികൾ എങ്ങനെ ജഡ്ജ് ചെയ്യും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു 2K അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ അനുസരിച്ച് ആൾക്കാർ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക, സദാചാരം എവിടെ നിൽക്കുന്നു, സമൂഹം എവിടെ നിൽക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അതുകൊണ്ടാണ് അനിമോളുടെ ഭാഗത്ത് തെറ്റ് അല്ലെങ്കിൽ അനിമോൾക്കാണ് ഇതിനകത്ത് പണി കിട്ടുക എന്ന് പറയുന്നത്. ജിസേലും ആര്യനും എന്ത് ചെയ്തു എന്നുള്ളത് എവിടെയും കാണിച്ചിട്ടില്ല. അതിൻ്റെതായ രീതിയിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ജിസേൽ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് വളരെ കൂളാണ്, ന്യൂട്രലാണ്. അതിന്റെ റീസൺ വെച്ചിട്ട് ജിസേൽ കള്ളം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ബിക്കോസ് ജിസേലിന് ഇതുപോലൊക്കെയുള്ള ഗോസിപ്പ് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. ജിസേലിന്റെ മോഡേൺ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ശരി, നമുക്ക് ഈ പറയുന്ന കാര്യം ഇനി ലാലേട്ടൻ വരുമ്പോഴത്തേക്കുമേ അടുത്ത ചർച്ച വരുന്നുള്ളെങ്കിൽ നമുക്കിനി അതിനെക്കുറിച്ച് അപ്പോൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.